അപ്പം ഇത് നമുക്ക് നല്ല ശരിക്ക് സോഫ്റ്റാക്കി എടുക്കാം. 10-15 മിനിറ്റ് നമ്മളിത് സോഫ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ഉരുട്ടാനായിട്ട് നമുക്കിത് ചെറിയ ഗോളായിട്ട് ഉരുട്ടണം. അത് നമ്മൾ കുറേ നേരം ഇത് ചെയ്യണം. അപ്പോൾ പരമാവധി ഞാൻ മാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബോളുകളാക്കി ചെറിയ ബോളുകൾ ആയിട്ട് എടുക്കാം. രസഗുള നമ്മൾ ചെറിയ ബോളല്ലേ, അപ്പോൾ ചെറിയ ബോളായിട്ട് എനിക്കിത് പറയാനാണെങ്കിൽ എനിക്ക് എന്നാ പറയാനാ, ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനീ പാടുപെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കും മോളിയമ്മ എന്നെ പാടുപെടണം, വെറുതെ വീട്ടിൽ കുത്തി ഇരിക്കാൻ മേലെ എന്ന്. അതല്ല, നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളും ഈ വെള്ളപ്പാത്രത്തിലായിരുന്നു കാണോണ്ടാന്ന് അറിഞ്ഞില്ല ഈ ഉണ്ട പൊട്ടി വെച്ചിരിക്കുന്നത്. വേറൊരു പാത്രം എടുത്താലോ? കണ്ടോ, നമ്മുടെ രസഗുളയ്ക്കുള്ള ബോളാക്കി വെച്ചിരിക്കുകയാണ്. ആ ചീസ് പാല് അപ്പോൾ നമ്മുടെ രസഗുളയ്ക്കുള്ള ബോളാക്കി വെച്ചിരിക്കുകയാണ്. രസഗുള ബോൾ. ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കണം. ആദ്യമേ നമ്മൾ പഞ്ചസാര ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അത് നമ്മൾ വറുത്തുരുക്കി നമ്മുടെ പഞ്ചസാര അങ്ങനെ പാനി ആയിക്കൊണ്ടിരിക്കുകയാണ്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉത്തരേന്ത്യക്കാരൊക്കെയാണ് കൂടുതലും രസഗുളയൊക്കെ ഉണ്ടാക്കണത്. ഇത് നമ്മുടെ കേരള സ്റ്റൈലാണ് കേട്ടോ. കേരള സ്റ്റൈൽ രസഗുള. കൂടുതൽ വലിച്ചൊന്നും നീട്ടുന്നില്ല. ഇത് കൂടുതൽ കരിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് എന്നാ ചെയ്യും, കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളം ഒഴിച്ച് ഇനി അതിൻ്റെ അകത്ത് ഇച്ചിരി പഞ്ചസാര കൂടെ ഇടണം. നമ്മൾ ഇളക്കണം. എന്നിട്ട് അതിനിപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര പാനിയിലോട്ട് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ കേരള സ്റ്റൈലായതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഇളക്കി ഇപ്പോൾ അത് തിളക്കുമ്പോൾ നമുക്ക് ഈ ഉണ്ട പിടിച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ഇടണം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. എനിക്ക് പേടിയാണ് ആദ്യമായ കാരണം. എന്ത് വരും, എന്ത് സംഭവിക്കുമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്നേലും വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 10 മിനിറ്റ് വരെ ഇത് മൂടി വെച്ച് വേവിക്കാം. ഇത് മക്കളെ എന്ന് പറഞ്ഞ പോലെ പഠിച്ചു മക്കളെ രസഗുളം ഉണ്ടാക്കാൻ നല്ല സൂപ്പർ. എനിക്ക് കഴിച്ച് നോക്കാൻ പറ്റാത്ത കാരണമാണ് ഞങ്ങൾ കാണിക്കാത്ത. ഹൈ ഷുഗർ അല്ലേ. ഇത് ഞാനൊരു ചെറുതുണ്ടായിരുന്നത് ഞാനൊന്ന് പൊടിച്ച് നോക്കിയിട്ട് കേട്ടോ, നല്ല സോഫ്റ്റ്. ചൂട് കാരണം കാണിക്കാൻ പറ്റില്ലതേ. നല്ല സോഫ്റ്റ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ. നമ്മുടെ രസഗുളം ഉണ്ടാക്കാനുള്ള പാല് 1.25 ലിറ്റർ ഒഴിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം കാരണം അതിന് വല്ല മിസ്റ്റേക്ക് വന്നാലെന്ന് കരുതി 1.25 ലിറ്റർ പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ 2 സ്പൂൺ വിനാഗിരി 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കും. നമ്മൾ ഉണ്ടാക്കണം നല്ല കട്ടിപ്പാൽ തന്നെ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മേടിച്ചിരിക്കുന്നത് 3.5% ഫാറ്റുള്ളതാണ് മേടിച്ചിരിക്കുന്നത്.
ഇത് ഇവിടുത്തെ ഏറ്റവും കൂടിയതാ ഫാറ്റാണെന്ന് തോന്നണം എനിക്ക്. ഇവിടെ പാല് തിളച്ച് നമുക്ക് വിനാഗിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിരിയണ ഒരു പ്രോസസ്സിങ് ആണ് നമുക്കത്. ഇത് ഇതിനകത്ത് പാലിങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഈ പിരിഞ്ഞ പാല് നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ഒരു തുണിയുടെ അകത്ത് അരിച്ച് വയ്ക്കും. ഇത് കണ്ടിട്ട് കുറവ് ഇത് കിട്ടാൻ സാധ്യതയുള്ള, ഞാൻ പാല് കുറവല്ലേ എടുത്തത്. ആദ്യമായിട്ടായിരുന്നു നമ്മൾ പാല് കൂടുതലെടുത്ത് അങ്ങനെ നശിപ്പിച്ച് കളയേണ്ടതെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നോക്കണം. ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ പിരിഞ്ഞ പാലെന്ന് തന്നെ ഞാൻ പറയണത്, അത് വിനാഗിരി ഇട്ടപ്പോൾ ഇങ്ങനെ പിരിഞ്ഞത് നമ്മളിപ്പോൾ ഇതൊരു തുണിയിലിട്ട്, വെള്ളത്തുണിയാണ് വേണ്ട. ഞാനിവിടെ വെള്ളത്തുണി നോക്കിയിട്ട് കാണാത്ത കാരണം ഇത് നമുക്കത് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത് അപ്പോൾ നമ്മുടെ രസഗുളയ്ക്കുള്ള ഇത് അതിൻ്റെ പേര് ഞാൻ പറയുമെന്ന് അറിയില്ല. നമ്മൾ പനീറാണ് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഇനി കാണിക്കുക. ഇത് നമ്മൾ കുറേ അങ്ങോട്ട് മിക്സ് ചെയ്തിങ്ങനെ സോഫ്റ്റാക്കി എടുക്കണം. അത് ഞാൻ ഇപ്പം നമ്മുടെ പനീറെന്ന് പറയാം. ഇപ്പം നമ്മൾ പനീർ ആണ് ആയിരിക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് നമ്മൾ കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് രസഗുളയാണ് കേട്ടോ.